ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ പാരഡൈസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വൈകിട്ടായി, ഫാമിലെ പണികളെല്ലാം കഴിഞ്ഞു. അമ്മ ഇതാ കുറച്ചും കൂടെയൊക്കെ ചാണകമൊക്കെ വൃത്തിയാക്കാനുള്ളത് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മണി ഇപ്പോൾ സമയം 6 മണിയായി. അപ്പം നാളെ ഇപ്പം ഇന്ന് ഇത് ഈ വീഡിയോ എന്ന് ഇടുമെന്ന് അറിയാം. ഇപ്പം ഇത് ജൂൺ 2 ആണ്. അപ്പോൾ ഇതിന്ന് നാളെ സ്കൂൾ തുറക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് കിച്ചൺ പ്രിപ്പറേഷൻ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. എന്താ പറയാ, ഇപ്പോൾ ഇത് കിച്ചണിലോട്ട് ആ ഒരു റെസിപ്പീസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് കാണുക. അല്ലാതെ ഇതിൽ പശുവിനെ പറ്റിയുള്ള ടിപ്സോ ഫാമിംഗ് റൊട്ടീൻസോ ഒന്നുമല്ല. ഇതിൽ കിച്ചൺ റൊട്ടീനാണ് കൂടുതലും കാണിക്കുന്നത്. നാളെ സ്കൂൾ തുറക്കുന്നതുകൊണ്ട് അപ്പോൾ നമുക്കിവിടെ ഫാമും പശുവും തൊഴുത്തും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലത്തെ ജോലികൾ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടി അമ്മ എല്ലാ വർഷവും, അപ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിൽ തുടങ്ങുന്ന കാലം തൊട്ടേ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കാറുണ്ട്. കുറച്ച് ഡിഷസ് ഒക്കെ അമ്മ കുറച്ച് 1 മന്ത് ഒക്കെ നിൽക്കുന്ന കണക്കിനുള്ള റെസിപ്പീസൊക്കെ അമ്മ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് അതാണ്. ഇത് ജോലിക്ക് പോകുന്നവർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികൾ തിരക്കുള്ളവർക്കൊക്കെ നമുക്കിത് സൂക്ഷിച്ചു വെക്കാം. ട്രാവൽ ചെയ്യുന്നവർക്കും കൊണ്ടുപോയി ഏകദേശം 1 മന്ത് വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഷാഹുലിക്കയുടെ സ്റ്റോറീസിൽ പറയും പോലെ അങ്ങോട്ട് റൊമാൻസ് ആണ്, വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. അതുപോലെയാണ് ഇതും. അങ്ങോട്ട് ഇതാണ് കുക്കിംഗ് ആണ്. കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് തുറന്ന് കാണാം. ഫാമിംഗ് റൊട്ടീൻസുമായിട്ട് വേറൊരു വീഡിയോയിൽ വരുന്നതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് ഇഞ്ചിയൊക്കെ നട്ടത് കാണിച്ചായിരുന്നു. ഇഞ്ചിയും കാച്ചിലൊക്കെ അതാ പൊടിച്ചു തുടങ്ങി. ഇപ്പോഴത്തെ തകൃതിയെ പെയ്യുന്ന മഴയിൽ ആ മഴയത്തതോ പയറൊക്കെ ചീത്തയായി തുടങ്ങി. അതോടൊപ്പം അതിൻ്റെ അടുത്തുണ്ടായിരുന്ന കത്തിരിക്കയൊക്കെ വലുതായി, അതിലൊക്കെ മൊട്ടിട്ടൊക്കെ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി എല്ലാവർക്കും കിച്ചണിലേക്ക് സ്വാഗതം. ഇങ്ങനെതാ അമ്മ കിച്ചൺ പണി തുടങ്ങി. നമ്മളിത് ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന പപ്പടത്തോരനാണ്. ഇത് 1 മന്ത് വരെയൊക്കെ ഇരിക്കും. 1 മന്ത് വരെയൊക്കെ നമുക്കിത് സൂക്ഷിക്കാം, കുപ്പിയിലൊക്കെ അടച്ച്. അതിനുശേഷം ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. അപ്പം അങ്ങനത്തെ റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പം രാവിലെയൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് ഇപ്പോൾ ഇവിടെ ആദ്യക്കുട്ടനാണ് നാളെ സ്കൂളിൽ ഇപ്പോൾ റെഡി ആയിട്ട് നിൽക്കണേ. അവനിപ്പോൾ ഇതിന്റെ ഈ ഒരു കൂട്ടാനും എന്തെങ്കിലും മുട്ട പൊരിച്ചതോ ഒരു ഫിഷ് ഫ്രൈയോ അതും കൂടെ ഒരു മോര് കാച്ചതും കൂടെ ആകുമ്പോൾ ആദ്യക്കുട്ടന് സ്കൂളിലത്തേക്ക് മതി. അവനും ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് ആ പപ്പടത്തോരനും ഉണ്ട്. വേറെ ഒരു ചമ്മന്തിപ്പൊടി, തേങ്ങാ ചമ്മന്തിപ്പൊടി, അതും 1 മന്തി കൂടുതലിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. അതൊക്കെയാണ് അമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻസ്. അപ്പോൾ ഇതെന്താണെന്ന് കാണാം. പപ്പടം ഇങ്ങനത്തെ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇത് വറുത്തെടുക്കണം. എന്നിട്ട് ഇങ്ങനെ സ്ക്വയർ പോലെ കട്ട് ചെയ്ത് വറുത്തെടുക്കണം. അങ്ങനെ അമ്മ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയിലാണ് ആദ്യം നമുക്ക് ഇത് വറുത്തെടുക്കണം, പപ്പടം വറുത്തെടുക്കണം. ഇതിപ്പോൾ 200 ഗ്രാം പപ്പടമാണ്. 200 ഗ്രാം പപ്പടത്തിന് അമ്മ എടുത്തേക്കുന്ന 2 വലിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 200 ഗ്രാം പപ്പടത്തിന് ഓരോരുത്തരും അളവ് അനുസരിച്ച് എടുക്കാം. അപ്പോൾ പപ്പടം ആദ്യം വറുത്ത് കോരണം. അതാണ് ആദ്യത്തെ ജോലി. പപ്പടം വറുത്ത് കോരിയിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ കറിവേപ്പില വറുത്ത് കോരണം. ഇത് നമ്മളെ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എനിക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ട് പെരിങ്ങമല, അവിടെ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലയാണ്, നല്ല വീട്ടിലെ കരിവേപ്പില. അത് പിന്നെ അതിന് ഇത് വറുത്ത് കോരിന് ശേഷം ഇനി എന്ത് ചെയ്യണം അമ്മ? എന്റെ തേങ്ങ വറുക്കുമല്ലേ അതിൽ ഇത്രയും വറുത്ത് കോരിയിട്ട് ഇനി ഈ തേങ്ങ ആ എണ്ണയിൽ തന്നെ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കും. ആ തേങ്ങയിലേക്ക് ഒപ്പം ചേർക്കാനുള്ളതാണ് ഇത് മുളക് പൊടി. ഇത് ജീരകം പൊടിച്ചതാണേ. നിങ്ങൾക്കല്ലെങ്കിൽ മുഴുവൻ ജീരകം ഇടാം വറുക്കാൻ. മുഴുവൻ ജീരകം ഇടാൻ പറ്റത്തില്ല. ഇങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ പിന്നീട് ഈ ചമ്മന്തി അരയ്ക്കൂലല്ലോ, അതുകൊണ്ട് പൊടിച്ച ജീരകത്തിന്റെ പൊടിയാണ് എടുക്കാനുള്ളത്. ഉപ്പ്, മഞ്ഞപ്പൊടി, ഇത്രയും നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ അതിന്റെ കൂടെ ഇട്ട് വറുത്തെടുക്കണം. തേങ്ങ ചെറുതായിട്ട് തിരികെ എടുക്കണം. അപ്പോഴത്തേക്കും അല്ലെങ്കിൽ മിക്സിയിൽ പൊടിച്ചെടുക്കണം തേങ്ങ തിരികെന് ശേഷം. ഇല്ലെങ്കിൽ തിരികുമ്പോൾ തന്നെ ചെറുതായിട്ട് തിരികെ എടുക്കണമെന്നാണ് അമ്മ പറയണേ. അപ്പോൾ അത്രയും ചെയ്തിട്ട്
ഇത് വറുത്ത് കോരിയിട്ട് ഇനി തേങ്ങ വറുക്കുമ്പോൾ കാണാം. ഇതാ ആദ്യക്കുട്ടൻ ഇതാ വറുത്തിട്ട് പപ്പടം കഴിച്ചുകൊണ്ടാണ് നാളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടേന്ന് എനിക്കറിഞ്ഞൂടെ. ആദ്യം സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടേ? അവന്താ വറുത്ത പപ്പടം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ ഒരു രസം പിള്ളേർക്ക് കഴിക്കാം. അമ്മ അങ്ങനെ ഇതാ തേങ്ങ വറുക്കാൻ തുടങ്ങി. ഇതാ ഇത്രയും പപ്പടവും കറിവേപ്പിലയൊക്കെ വറുത്ത് മാറ്റിയായിരുന്നു. തേങ്ങ ഇതിന്റെ കുറച്ച് ഇങ്ങനെ ഈർപ്പം എല്ലാം പോയി നല്ല ഇത് കളർ മാറി വരുമ്പോഴത്തേക്ക് ഈ പൊടികൾ ചേർക്കാവും. മുളക് പൊടി, ജീരകം, മഞ്ഞപ്പൊടി, ഉപ്പ് ഇത്രയും ഇടണം. അതിന്റെ വെള്ളം കുറച്ച് പോയതിനു ശേഷം, തേങ്ങയുടെ വെള്ളത്തിന്റെ അംശം കുറച്ച് പോയതിനു ശേഷം എന്നിട്ട് ഇതിട്ട് വറുത്ത് എടുക്കണം. എന്നിട്ട് ഇതും അതും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്യണം. അതാകുമ്പോൾ പപ്പട തോരൻ റെഡിയായി. ഇത്രയേ ഉള്ളൂ പപ്പട തോരൻ. ഇത് ഒരു ദിവസത്തെ റിസ്ക് ആണ്, പക്ഷെ 1 മന്ത് പിന്നെ റിസ്ക് ഇല്ല. അതാണ് എന്നും നമ്മൾ രാവിലെ കഴിച്ച് എന്ത് കൊടുക്കണം എന്ന് ആലോചിക്കേണ്ട പെട്ടെന്ന്. പിന്നെ എന്നും കൊടുക്കുമ്പോഴും കുട്ടികൾക്ക് മടുപ്പ് വരും. ആഴ്ച ഒരു 3 ദിവസം കൊടുക്കാം, 2 ദിവസം വെറൈറ്റി ആക്കാം. വെറൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ തോരനോ വേറെ തോരനും വിഴുക്കുമൊക്കെ കണ്ടെത്താലോ. ഓ അങ്ങനെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നു. സമയം ഇപ്പോ 6:30 കഴിഞ്ഞു. ഒരു 7:30 ആകുമ്പോൾ നമുക്ക് കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങണം. ചൂടുണ്ട്, മഴയാണെങ്കിലും ചൂട് തന്നെയാണ്. ഇനി അവന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം. ഇവർക്ക് നാളെ തുടങ്ങുവാണെങ്കിലും നാളെ തന്നെ അവർക്ക് ക്ലാസ് റെഗുലർ ക്ലാസ് ആണ്. ടൈം ടേബിളൊക്കെ തന്നിട്ടുണ്ട്. രാവിലെ 9:10 തൊട്ട് 3:30 വരെയും ക്ലാസ് ഉണ്ട്. പക്ഷെ സ്കൂൾ വാനിൽ കഴിഞ്ഞ് ആദ്യം വീട്ടിലെത്തുമ്പോൾ 5 മണിയൊക്കെ ആവും. ഇപ്പോൾ 2 നേരത്തേക്കുള്ള സ്നാക്സ് കൊടുക്കണം. ഒരു സ്കൂളില് ടിഫിൻ സ്നാക്സ് പാക്കേജ് സ്നാക്സും ഒക്കെ അലൗഡ് അല്ല. എന്ന് വെച്ചാൽ കൊണ്ട് പോയാൽ പൊക്കൂടെന്നാണ് എല്ലാ മീറ്റിങ്ങിലും പറയുന്നത്. അത് ഹെൽത്തി അല്ലല്ലോ. അപ്പം ആദ്യം വേണ്ടി സ്നാക്സും ഇനി പ്രിപ്പയർ ചെയ്യണം. കപ്പലിന്റെ മുട്ടായി ഉണ്ടാക്കി വെച്ചിരുന്നതാണ്, പക്ഷേ നാളത്തേക്കാണ് ഉണ്ടാക്കിയത്. ഇന്നലെ ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ ഇവിടത്തെ എല്ലാരും ഞാൻ ഉൾപ്പെടെ അത് കഴിച്ച് തീർത്തായിരുന്നു. അപ്പൊ ഇനി അവന് സ്നാക്സിന് എന്തായാലും ആവി ഉണ്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. എന്തായാലും അതും ഇനി കുറച്ച് ഉണ്ടാക്കി വെക്കണം. സ്നാക്സ് ഐറ്റംസ്, ഹോം മെയ്ഡ് സ്നാക്സ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഇതൊക്കെ ഒരാഴ്ചക്ക് മുന്നേ ചെയ്ത് വെക്കാനുള്ളതാണ്. കുറച്ച് തിരക്കുകൾ കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ തലേ ദിവസം തന്നെ ആയിപ്പോയത്. ഈ വീഡിയോ ഇനി എന്ന് ഔട്ടാവുമെന്നും അറിയത്തില്ല. ഇന്നെന്തായാലും ഇടാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നത്. കാരണം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ സമയം താമസിക്കും. എന്തായാലും ഇത് കാണുന്നവർ ഇത് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ജോലിക്ക് പോകുന്ന അമ്മമാർക്കും കോളേജിൽ പോകുന്ന സ്റ്റുഡൻസ് ഇങ്ങനെ എല്ലാ വീട്ടിൽ വേറെയും ജോലികൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം റിസ്ക് എടുത്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉപകാരമുള്ള കാര്യമാണ്. അപ്പോൾ അതമ്മ ചെയ്ത് വരട്ടെ. അപ്പൊ എന്നിട്ട് കാണാം ഫൈനൽ റിസൾട്ട്. കളർ മാറി വരണം, പൊടിയിടണം, മിക്സ് ചെയ്യണം. ഇനി ഫൈനൽ റിസൾട്ട് കാണാം. അങ്ങനെ അടുത്തമ്മ ഇത് നമ്മള് സാധാ ചമ്മന്തിക്കുള്ള തേങ്ങയാണ്. അതിൽ എണ്ണയൊന്നും ഒഴിക്കാതെ ആദ്യം നല്ല ബ്രൗണിഷ് കളറിലാക്കി വറുത്തെടുക്കണം തേങ്ങ. അത് മാറ്റിയതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഈ നമ്മളെ ചട്നി. ബാക്കി നമ്മളിതാ പപ്പടത്തോരനുള്ളത് തേങ്ങയും വറുത്ത് മാറ്റി പപ്പടം വറുത്തുമ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ മതി. അപ്പം കുറച്ച് തണുത്ത് വരുമ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ മതി. അത് റെഡിയാണ്. ഇനി ഇത് നന്നായിട്ട് നല്ല ബ്രൗണിഷ് കളർ ആവണം. ഇതിന്റെ വെള്ളമൊക്കെ പോയി നല്ല ബ്രൗണിഷ് കളർ. എന്നാലും ഇതിൽ ശകലെങ്കിലും ഈർപ്പത്തിന്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവും, ചീത്തയാവും. അത് കഴിഞ്ഞിട്ട് ഇത് വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്കതിൽ ചേർക്കാനുള്ളതാണ് നമ്മുടെ പരിപ്പും സാമ്പാറിലൊക്കെ യൂസ് ചെയ്യുന്ന പരിപ്പ്, അല്ലെങ്കിൽ മസൂർ ദാൽ. ആ പരിപ്പും നമ്മുടെ ഉഴുന്നും ഇത് രണ്ടും കുറച്ച് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കണം. തേങ്ങ കുറച്ച് ഇതായിട്ട് വരുമ്പോ കളർ മാറി വരുമ്പോഴത്തേക്കും അതിൽ ചേർക്കാനുള്ളതാണ് മുളക് പൊടി, ജീരകം. ഇതിൽ നമ്മൾ മുഴുവൻ ചെറിയ ജീരകം ആണ്, മുഴുവൻ ജീരകം എടുത്തിട്ടുണ്ട്. മറ്റേതിലും പപ്പടത്തോരലും ചെറിയ ജീരകമാണ് പൊടി ചേർത്തിട്ടുള്ളത്. ഇതിൽ മുഴുവൻ ജീരകമാണ് നമ്മൾ, കാരണം ഗ്രൈൻഡ് ചെയ്യുമല്ലോ. ഇത് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പുളി, നമുക്കിവിടെ പുളിപ്പും എരിവ് കുറച്ച് മതി, അതിനനുസരിച്ചാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഇതിപ്പോ 2 തേങ്ങയ്ക്കാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല കളർ മാറി തുടങ്ങി. നല്ല ബ്രൗണിഷ് കളറായി. ഇങ്ങനെ ആവണം, എന്നാലേ അതിലെ വാട്ടർ കണ്ടന്റ് മൊത്തം പോവുള്ളൂ. എന്നിട്ട് അതില് പുളി ഇട്ടായിരുന്നേ. പുളിക്ക് കുറച്ചും കൂടെ ഇത് പൊടി പോലെ അല്ലല്ലോ, കുറച്ചും കൂടെ അതിൽ
ഇതും കൂടെ നല്ലതായിട്ട് വറന്നു വരാൻ വേണ്ടി അമ്മ പുളിയും അതിൻ്റെ കൂടെ ഇട്ടായിരുന്നു. ചെറുതായിട്ട് ബ്രൗൺ കളറായി തുടങ്ങിയപ്പോൾ, തേങ്ങ ചെറുതായിട്ട് ബ്രൗൺ കളറായി തുടങ്ങിയപ്പോൾ അതിൽ പുളി ഇട്ടായിരുന്നു. ഈ പറഞ്ഞു തരണേക്കെ മനസ്സിലാവുന്നതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ കുക്കിംഗ് റെസിപ്പീസ് ഒന്നും അങ്ങനെ പറഞ്ഞൊന്നും എനിക്ക് ശീലമില്ല. ഇനി ഞാൻ പറയണേക്കെ മനസ്സിലാവുന്നോന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരുവിധമൊക്കെ പാചകപ്പണിയിൽ അറിയാന്നുള്ളവരെ ഇതൊക്കെ കാണുള്ളൂ. അപ്പൊ അറിയായിരിക്കുമല്ലോ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇവിടെ. അപ്പോൾ ഇങ്ങനെ ആവണം. ഇനി എപ്പോഴമ്മ ഈ പൊടിയിടും? അപ്പൊ ഈ പൊടിയും കൂടെ ഇനിയിപ്പോ ഇടും. ഇതിട്ടിട്ട് നമ്മളത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ഇത് വറുക്കാൻ. ഇത് വറുക്കുമ്പോൾ തന്നെ കറിവേപ്പില വേണമെന്നുള്ളവർക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് വറുക്കാം. ഇവിടെ നല്ല നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലല്ലേ, അതുകൊണ്ട് ഇടും. നമ്മതാ തേങ്ങ നല്ല ബ്രൗണിഷ് കളറായപ്പോൾ പൊടികളെല്ലാം തട്ടി, ഉപ്പ് സഹിതമുള്ള പൊടി തട്ടിയായിരുന്നു. ഇതിന് തണുത്തിട്ടേ നമുക്ക് പൊടിക്കാൻ പറ്റുള്ളൂ. ഇതും ഇനി വറുക്കണം. ഇനി അമ്മ അതിങ്ങനെ കോരി മാറ്റിയായിരുന്നേ. അതിന്റെ കളർ ഇവിടെ ലൈറ്റിന്റെ എത്തിയ പ്രശ്നമുണ്ട്. ഇതാണ് കളറ്, നമ്മുടെ തേങ്ങാ ചമ്മന്തിക്കുള്ള കളർ ഇതാണേ. എന്നിട്ട് അതിൽ വീണ്ടും അതേ പാത്രത്തിൽ, ഇതൊരു ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണ്. അപ്പോൾ അത് അടിയിലൊന്നും ഇവിടെ പിടിക്കൂല. നമ്മൾ എപ്പോഴും യൂസ് ചെയ്ത് അത് നല്ല മയപ്പെടുത്തിയൊരു ചട്ടിയാണ്, ഇരുമ്പിന്റെ ചട്ടി. അതിലമ്മ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ മസൂർ ദാലും ഉഴുന്നും അതിലിടണം. ഇത് രണ്ടും നല്ല വറുത്തെടുക്കണം. അതിങ്ങനെ വറുത്ത് വരാറാവുമ്പോൾ, അത് എടുക്കാറാവുമ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് വറുത്ത് നമുക്ക് പോരാം. ഇതിനി ഒരു ചെറുതായിട്ടൊരു റെഡിഷ് കളറായിട്ട് വരുമ്പോൾ അത് പാകമായി. അതാണ് എൻ്റെ കണക്ക്. റെഡിഷ് കളർ ആവണം. ചെറുതായിട്ടായി തുടങ്ങി കറിവേപ്പിലയും കൂടെ ഇട്ട് വറുക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും സമയം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇപ്പം അമ്മ സിമ്മാക്കി, സിമ്മിലിട്ടിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയും കൂടെ ഇട്ടു. എന്നിട്ട് ഇതിനെ വറുത്ത് മാറ്റണം. ഇനി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ചമ്മന്തി റെഡി. അപ്പോൾ 2 കൂട്ടം റെഡിയായി രാവിലെ സ്കൂളിൽ പോകാനുള്ള കുട്ടികൾക്ക്. രാവിലെ അത്രയ്ക്ക് ജോലി കുറഞ്ഞു. നമുക്കിവിടെ ഒരുപാട് അതിനുപരി പുറം പണി ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ട്രിക്ക് ചെയ്ത് വെക്കണേ. ഓഫീസിൽ പോകുന്നവർക്ക്, എന്ത് ജോലി ചെയ്യുന്നവർക്കും, ജോലി ഇല്ലാത്തവർക്കും ഇതൊക്കെ ചെയ്ത് വെക്കാം. പെട്ടെന്ന് ജോലികളൊക്കെ തീരുമല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇതാ മാറ്റി എടുത്തിട്ടുണ്ട്. ഇതിന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് കാണാം 2 റെസിപ്പീസ് ഒരുമിച്ച് എങ്ങനെയാണ് ഇരിക്കണേന്ന്. അങ്ങനെ ഇത് തണുത്തായിരുന്നേ. തണുത്തപ്പോൾ അമ്മതാ മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്യാൻ വേണ്ടി മിക്സിയിലേക്ക് തന്നെ ഇത്. പിന്നെ മിക്സിയിൽ ഒട്ടും വെള്ളത്തിന് അംശം പാടില്ല, എന്നാൽ ചീത്തയാവും. മിക്സിയിൽ ഒട്ടും വെള്ളത്തിന് അംശം പാടില്ല, എന്നാൽ ചീത്തയാവും. ഇത് മിക്സിയിലേക്ക് മാറ്റുവാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്ത് അരച്ചെടുക്കുമ്പോൾ ചമ്മന്തി റെഡി. നമുക്കിത് ചോറിൻ്റെ കൂടെയും പിന്നെ ദോശയുടെ കൂടെ ഇഡലിയുടെ ഒക്കെ കഴിക്കാം. അപ്പോൾ അതിനെ അമ്മ മിക്സ് ചെയ്തെടുക്കട്ടെ. ഇത് നമുക്ക് രാത്രിത്തേക്കുള്ള ചിക്കൻ ബ്രോസ്റ്റ് ആണ്. അത് നമ്മുടെ രീതിയിലുള്ള ബ്രോസ്റ്റ് ആണ്. ഇപ്പോൾ യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ KFC ആ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. എന്നാലും നമുക്കിവിടെ കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഡിന്നറിന് വേണ്ടി ആദ്യം നാളെ സ്കൂളും കൂടെ പോകുന്നതുകൊണ്ട് അമ്മ സ്പെഷ്യലായിട്ട് ഇതാ ബ്രോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അതിനോടൊപ്പം ബാക്കി പണികൾ നടക്കുന്നു. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കാണിക്കാവേ. അങ്ങനെ ഇതാ പപ്പടത്തോരൻ നമ്മൾ ബോട്ടിലാക്കിയിട്ടുണ്ടേ. ഇതാ ഇത്രയും ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടിയത്. ഒരുപാട് ദിവസത്തേക്ക് വരും ഇത്. നമ്മുടെ വീട്ടിൽ എല്ലാവരും കഴിച്ചാലും ഇത് നല്ല ഒരുപാട് ദിവസത്തേക്ക് വരും. ഇത് തണുത്ത ഉടനെ ഇത് ബോട്ടിലാക്കണം. അല്ലെങ്കിൽ വീണ്ടും കുതിർന്നു പോകും. പപ്പടം ആയതുകൊണ്ട് പപ്പടവും തേങ്ങയൊക്കെ കുതിർന്നു പോകും. ക്രിസ്പിനെസ് അങ്ങ് പോകും. അത് പെട്ടെന്ന് ബോട്ടിലാക്കണം. ഇത്രയും ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. ഇതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈവനിങ് റൊട്ടീൻ ഇതാണ്. അതുകൊണ്ടാണ് ഈ ഒരു റൊട്ടീൻ ഇങ്ങനെ കാണിച്ചത്. നമ്മളെ സ്കൂള് തുറക്കാൻ പോകുന്നതിൻ്റെ ഒരു ബാക്ക് ടു സ്കൂൾ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.